ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബൈക്ക് ഹോണ്ട ഹൈനസ് CB350യുടെ 3 വർഷത്തെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഓൾറെഡി ഞാൻ 2 വർഷത്തെയും 1 വർഷത്തെയും ഓണർഷിപ്പ് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് കുറേ കൂടി ബെറ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. സോ ഈ ബൈക്ക് ഞാൻ വാങ്ങിയിട്ട് 3 വർഷത്തിൽ കൂടുതലായി, 30,000 കിലോമീറ്റർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ ഇതുവരെയുള്ള പെർഫോമൻസും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂസും പോസിറ്റീവ്സും നെഗറ്റീവ്സും, ഈ വണ്ടി ആരൊക്കെ വാങ്ങണം ആരൊക്കെ വാങ്ങരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ഷോർട്ട് റിവ്യൂ പറയാം. റിട്രോ സെഗ്മെൻറ്റിൽ റോയൽ എൻഫീൽഡ് ആ ഹ്യൂജ് മാർക്കറ്റിൽ കുറച്ചെങ്കിലും ഒരു ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോണ്ട ഈ ഒരു വണ്ടിയായിട്ടും ഇന്ത്യയിലേക്ക് വന്നത്. ആ ഒരു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വേറെയും പല ബ്രാൻഡ്സ് ഒരുപാട് റിട്രോ മോട്ടോർ സൈക്കിൾസ് ആയിട്ട് വന്നതെങ്കിലും ഹോണ്ടയുടെ അത്രയും സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് സത്യം. എനിവേ ഈ വണ്ടിയിലോട്ട് വരുമ്പോൾ ഇതിലിരിക്കുന്നത് ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. പക്ഷേ ഒരു ടിപ്പിക്കൽ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ ക്യാരക്ടറല്ല ഈ വണ്ടിക്കുള്ളത്. നോർമലി ലോങ് സ്ട്രോക്ക് എഞ്ചിൻസിന് നല്ല രീതിയിൽ ലോ ആൻഡ് ടോർക്ക് ഉണ്ടാവും. സ്പെക് ഷീറ്റ് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. 3000 RPM ഇതിൻ്റെ 30 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോണ്ട പറയുന്നത്. ഇതിനേക്കാളും കുറഞ്ഞ ടോർക്ക് കൂടിയ RPM പുതിയ റോയൽ എൻഫീൽഡ് എഞ്ചിൻസിൽ വരുന്നത്. പക്ഷേ ആ വണ്ടികൾ കിട്ടുന്ന ആ ഒരു ലോ ആൻഡ് ടോർക്ക് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് പുതിയ J സീരീസ് എഞ്ചിൻ ഓടിച്ചുള്ളവർക്ക് അറിയായിരിക്കും. ആ വണ്ടിയിൽ നമ്മൾ 40 kmph സ്പീഡിൽ 5th ഗിയറിലിട്ട് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. ഈവൻ 15 kmph 3rd ഗിയറിലിട്ട് വേണമെങ്കിലും ഒരു നോക്കിംഗ് ഇല്ലാതെ ആ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഹൈനസിൻ്റെ ഈ എഞ്ചിനിലോട്ട് വരുമ്പോൾ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ നമ്മൾ 2nd ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ മിനിമം സ്പീഡ് 20 kmph ആയിരിക്കണം. 3rd ഗിയറിന് ഒരു 40+ എങ്കിലും വേണം. 4th ഗിയറിന് 60 to 70യും 5th ഗിയറിന് ഒരു 80+ സ്പീഡെങ്കിലും എന്തായാലും വേണം. ഈ ഒരു സ്പീഡ് ഗിയർ പാറ്റേൺ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പുള്ളിങ് കുറവായിട്ട് തോന്നും. വണ്ടി നോക്കിയുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ടിപ്പിക്കൽ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ ക്യാരക്ടർ പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ വണ്ടിയിലേക്ക് വരരുത് എന്ന് കരുതി ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നെപ്പോലെ മിഡ് റേഞ്ചിൽ അത്യാവശ്യം കൈ കൊടുത്ത് സ്പോർട്ടിയായിട്ട് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ക്യാരക്ടർ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ വണ്ടിയുടെ ഫുൾ ആ ഒരു പവർ ബാൻഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത് 2nd and 3rd ഗിയറിലാണ്. 2nd ഗിയറിലെ പുള്ളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അപ് ടു 80 km സ്പീഡ് വരെ ആ ഒരു ഗിയറിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. 3rd ഗിയറിൽ 110. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഈ വണ്ടിയുടെ ടോർക്ക് ഡെലിവറി എങ്ങനെയാണെന്നുള്ളത്. സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഞാൻ കൂടുതൽ 2nd ഗിയറിൽ തന്നെ ആയിരിക്കും ഓടുന്നത്. ഈവൻ 50 kmph സ്പീഡിൽ പോലും ഞാൻ 3rd ഗിയറിലേക്ക് മാറാറില്ല. കാരണം എഞ്ചിൻ അത്രയ്ക്ക് റിഫൈൻഡ് കൂടിയാണ്. എത്ര ഹയർ RPMസിലോട്ട് പോയാലും എക്സോസിൻ്റെ ആ ഒരു സീറ്റ് നോയ്സ് അല്ലാതെ എഞ്ചിന് എക്സസ് ചെയ്തുള്ള വൈബ്രേഷനും സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പോലും പറ്റത്തില്ല. ഹൈ റേഞ്ച് കണ്ടിന്യൂസ് ഹെയർ പിൻ റൈഡൊക്കെ വരികയാണെങ്കിൽ 1st and 2nd ഗിയറിലിട്ട് മാത്രമേ നമ്മൾ കൂടുതൽ വണ്ടി ഓടിക്കേണ്ടി വരുന്നത്. അതുപോലെ നല്ല കയറ്റങ്ങളിലൊക്കെ മിക്കപ്പോഴും 1st ഗിയറിൽ മാത്രമായിട്ട് വണ്ടി കയറത്തുള്ളൂ. ഹൈവേ അല്ലെങ്കിൽ 4th ഗിയർ അല്ലെങ്കിൽ 5th ഗിയർ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഓവർടേക്കിംഗ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ലോ ഗിയേഴ്സിൽ ഹൈ RPMസിൽ ഓടിക്കുമ്പോൾ മറ്റു വണ്ടികളൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ എക്സസീവ് വൈബ്രേഷൻ നോയ്സ് നമുക്ക് വരത്തില്ല. ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സിലോട്ട് വരികയാണെങ്കിൽ അസിസ്റ്റൻസ് സിപ്പിൾ ക്ലച്ച് വരുന്നുണ്ട്. ക്ലച്ച് ഫീലൊക്കെ വളരെ ലൈറ്റാണ്. ഗിയേഴ്സിലോട്ട് വരുമ്പോൾ അപ്ഷിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 ഗിയർ കുറച്ച് നോയ്സി ആയിട്ട് തോന്നും. അതിനുശേഷം സൗണ്ട് കുറയും. കുറച്ച് നേരം പാർക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും നമുക്കിത് ഫീൽ ചെയ്യുന്നത്. വണ്ടി കുറേ നേരമായിട്ട് ഓടുകയാണെങ്കിൽ അത്രയും നോയ്സും ഇല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ സൗണ്ട് എന്നുള്ളത് ഹോണ്ടയുടെ മറ്റു വണ്ടികളായിട്ടുള്ള ഒരു കമ്പാരിസൺ മാത്രമാണ്. റോയൽ എൻഫീൽഡായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ വളരെ വളരെ കുറവാണത്. അതുപോലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ലെവലിൽ ഹീറ്റിംഗ് എനിക്ക് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ സ്ലിപ്പേഴ്സ് ഇട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സ് ഇട്ടൊന്നും വണ്ടി ഓടിക്കാറില്ല. പാൻസും ഷൂസും തന്നെയാണ് മെജോറിറ്റി ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്നത്. അപ്പോഴൊന്നും എനിക്കൊരു ഹീറ്റിങ്ങിൻ്റെ ഒരു വിഷയം വന്നിട്ടില്ല. സോ എഞ്ചിനെ പറ്റി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പോർട്ടി അല്ലെങ്കിൽ അഗ്രസീവ് ക്യാരക്ടറുള്ള എക്സ്ട്രീംലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ എന്ന് ഞാൻ പറയും. സോ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് ഞാൻ പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്നുള്ളത് ഇതിൻ്റെ ഈ 12 ഗിയറും പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വണ്ടിയിലേക്ക് വരിക. അത് ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ എഞ്ചിൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു കാലത്ത് റിഗ്രറ്റ് ചെയ്യില്ല. ഇനി ഇതിൻ്റെ റൈഡിംഗ് സ്റ്റാൻസിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി അപ്രൈറ്റ് ഉള്ള പോസ്റ്ററാണ്. ഹാൻഡിൽ നമ്മുടെ സീറ്റ് നമ്മൾ ഡിസ്റ്റൻസ് ഇത്തിരി കൂടുതലായതുകൊണ്ട് ഒരു ചെസ്റ്റ് അപ്പ് പൊസിഷനായിരിക്കും കിട്ടുന്നത്. സോ ക്ലാസിക്കിലൊക്കെ കാണുന്ന പോലെ കൂനിയിരിക്കാതെ ഫുള്ളി അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്. ഈ റൈഡിംഗ് സ്റ്റാൻസ് എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി സിറ്റീസിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ വണ്ടി വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 180 kg വെയിറ്റ് ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തില്ല. മെയിൻലി വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് വളരെ ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ സിറ്റിക്കകത്ത് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ ഈസിയാണ്. ഇനി സീറ്റിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ സിംഗിൾ സീറ്റാണ് വരുന്നത്. ഇതിനേക്കാളും കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് ഇപ്പോൾ വരുന്ന വണ്ടികൾ വരുന്നത്. സോ സീറ്റ് കംഫർട്ട് കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇത് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്ന ഓണേഴ്സും ഉണ്ട്. അത് ഓരോരുത്തരുടെ ഫിറ്റ്നസിനെ ഫിസിക്കിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇനി പില്ലിയൻ കംഫർട്ടായിട്ട് വരുമ്പോൾ എൻ്റെ വണ്ടിയിൽ പില്ലിയൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം സീറ്റ് കുറച്ച് ഷോർട്ടാണ്. പക്ഷേ പുതിയ സീറ്റ് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയതായതുകൊണ്ട് പില്ലിയൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ലോങ് റൈഡ്സിൻ്റെ കംഫർട്ടിനെ പറ്റി എനിക്ക് അധികം പറയാൻ പറ്റത്തില്ല. എനിവേ നിങ്ങൾ ടെസ്റ്റ് റൈഡ് എടുക്കാൻ പോകുമ്പോൾ പില്ലിയനായിട്ട് പോവുക. ഹോണ്ടയുടെ ജെന്യൂൻ ആക്സസറിയായിട്ട് ഇപ്പോൾ ബാക്ക് റെസ്റ്റും വരുന്നുണ്ട്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇനി സസ്പെൻഷനിലോട്ട് വരുമ്പോൾ ഇത്തിരി ഹാർഡർ സെറ്റിംഗ് ആണ്. മെയിൻലി ടൂറിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം അവർ ഹാർഡർ സെറ്റിംഗ് വെച്ചേക്കുന്നത്. എന്ത് കരുതി കണ്ടിന്യൂസ് പൊളിഞ്ഞ റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബോഡി പെയിനും കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ കുഴിയിലൊക്കെ വീഴുമ്പോൾ പില്ലിയന് ഇത്തിരി ഇടി കിട്ടുന്നതായിട്ട് എപ്പോഴും പറയാറുണ്ട്. എനിവേ സസ്പെൻഷൻ അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. വേറെ സ്പോർട്സ് ബൈക്കും സ്കൂട്ടേഴ്സൊക്കെ ഒരുപാട് ഓടിക്കുന്നതുകൊണ്ടായിരിക്കണം എനിക്കിത് വലിയ പ്രശ്നമില്ലാത്തത്. എനിവേ ഭയങ്കര പ്ലഷി ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കിട്ടത്തില്ല. ഇനി ടയേഴ്സിലോട്ട് വരുമ്പോൾ MRFിൻ്റെ സാപ്പർ ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുന്ന ടയേഴ്സ് തന്നെയാണ്. പക്ഷേ CB350 ഓണേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് കോൺട്രവേഴ്സിയുള്ള ടയറുമാണത്. അതെന്താണെന്ന് ഇഷ്യൂസിലോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഇനി ഒരു ടൂറിംഗ് ക്യാപ്പബിലിറ്റിയോട് വരികയാണെങ്കിൽ ഈ വണ്ടിയായിട്ടുള്ള എൻ്റെ ടൂറിംഗ് അത്രയും സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ്.
ഇടുക്കി, വയനാട്, ഊട്ടി, കോടൈ, കൂർഗ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഹൈ റേഞ്ചസും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 1000 കിലോമീറ്റർ വരെ മൾട്ടിപ്പിൾ ട്രിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തവണ പോലും ഒരു ഇഷ്യൂ എനിക്ക് വണ്ടിയിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിരുന്നു. ഒരു 100-110 ഒക്കെയാണ് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ക്രൂയിസിംഗ് സ്പീഡ്. ടോപ്പ് ആൻഡ് 130+ ഒക്കെ വേണമെങ്കിൽ ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള മൈലേജ് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ മൈലേജിലോട്ട് വരുമ്പോൾ സിറ്റീസിൽ എനിക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആവറേജ് മൈലേജ് 34-35 റേഞ്ചിലൊക്കെ ആയിരിക്കും. ഹൈവേസിലോട്ട് പോകുമ്പോൾ 40+ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ പലതവണ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. മീറ്ററിൽ കാണിക്കുന്നത് അതും തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 95-97% ആക്യുറേറ്റ് ആണ്. ഇനി ബ്രേക്കിങ്ങിലോട്ട് വരുമ്പോഴും വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണുള്ളത്. എല്ലാ വണ്ടികളിലും വരുന്ന പോലെ ഫ്രണ്ട് ബ്രേക്സിനാണ് സ്റ്റോപ്പിംഗ് പവറും റിയർ ബ്രേക്കിന് സ്ലോ ഡൗൺ പവറാണ് ഉള്ളത്. ബ്രേക്സിൻ്റെ കാര്യത്തിലും ചില ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി ഹെഡ്ലൈറ്റിലോട്ട് വരുമ്പോൾ LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. LED ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഹാലജൻ്റെ അത്രയും പവർഫുൾ ആയിരിക്കില്ല. വണ്ടി എടുത്ത് ഇനിഷ്യൽ ഡേയ്സിലും എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ത്രോ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അത്ര മോശമില്ലാത്തൊരു വിസിബിലിറ്റിയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഒരു റൈഡിംഗ് സ്റ്റൈൽ 60 km സ്പീഡ് വരെയൊക്കെ പോകുകയാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് അത്ര ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹൈ റേഞ്ചസിലോട്ട് പോകുമ്പോൾ ഫോഗി കണ്ടീഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. അത് ഈ വണ്ടി എന്നല്ല, LED ഹെഡ്ലൈറ്റ് വരുന്ന എല്ലാ വണ്ടിയുടെ അവസ്ഥ അത് തന്നെയാണ്. സോ അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ ഫോഗിലാകുമ്പോൾ വയ്ക്കുക എന്നുള്ളത് വേറെ ഒരു രക്ഷയില്ല. സോ അത്രയാണ് ഈ വണ്ടി എന്താണെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഷോർട്ട് റിവ്യൂ. ഡേ 1 മുതൽ എനിക്ക് കിട്ടുന്ന ആ ഒരു പെർഫോമൻസും റിഫൈൻമെൻറ്റും ഫീലും ഒക്കെ തന്നെയാണ് 3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇഷ്യൂ എനിക്ക് ഇന്നേ വരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്റ്റിൽ ആസ് ഗുഡ് ആസ് ന്യൂ. ഇനി ഇതിൻ്റെ ഇഷ്യൂസിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ എന്നുള്ളത് ഇതിൻ്റെ പെയിൻ ചിപ്പിംഗ് ആണ്. നോർമലി വണ്ടി ഞാൻ സ്വന്തമായിട്ടാണ് വാഷ് ചെയ്യുന്നത്. പ്രഷർ വാഷറൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ സർവീസിനൊക്കെ എപ്പോഴും അവർ വാട്ടർ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ എഞ്ചിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഒരുപാട് പെയിൻറ്റുകളായി പോകാറുണ്ട്. സർവീസ് അഡ്വൈസറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റീപെയിൻറ്റ് ചെയ്ത് വിടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിലും ഈ ഒരു ഇഷ്യൂ പലരും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹോണ്ട എന്തുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്യാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എഞ്ചിൻ സൈഡിൽ നിന്ന് മാത്രമല്ല, ക്രോം വരുന്ന പാർട്സിലും ചിലയിടത്തൊക്കെ പെയിൻറ്റുകളായി പോകുന്ന ഇഷ്യൂസ് പലരും പറയാറുണ്ട്. എനിക്കും ചിലയിടത്തൊക്കെ ക്രോമിൻ്റെ പെയിൻറ്റുകളായി പോയിട്ടുമുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വൈഡായിട്ട് ഒരുപാട് പേര് പറയുന്നൊരു ഇഷ്യൂ ആയിരുന്നു. ഈവൻ ഞാനും എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറിയത് ഏകദേശം 6000 കിലോമീറ്ററിലാണ്. 1000 കിലോമീറ്റർ പോലും ലൈഫ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഓണേഴ്സൊക്കെ FB ഗ്രൂപ്പ്സിൽ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ എനിവേ എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് 6000 കിലോമീറ്റർ കഴിഞ്ഞ ഉടനെ ഞാൻ വെസ്റ്ററയുടെ സെറാമിക് ബ്രേക്ക് പാഡ്സിലോട്ടാണ് മാറിയത്. അതിനുശേഷം ഇതുവരെ ഞാൻ വെസ്റ്ററയുടെ പാഡ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വെസ്റ്ററയുടെ പാഡ്സിന് ഓൾമോസ്റ്റ് 12000 കിലോമീറ്റർ ലൈഫ് എനിക്ക് ഓൺ ആൻ ആവറേജ് കിട്ടുന്നുണ്ട്. റിയർ പാഡ് ഇപ്പോഴും സ്റ്റോക്ക് തന്നെയാണ്. ഞാൻ വണ്ടി എടുത്തപ്പോൾ ആ ബ്രേക്ക് പാഡ് തന്നെ ഇതുവരെ മാറേണ്ടി വന്നിട്ടില്ല. ഇനി ഒരു 1000-2000 കിലോമീറ്റർ ഓടുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് മെയിൻലി എൻ്റെ ബ്രേക്കിംഗ് സ്റ്റൈലും കൂടി കൊണ്ടാവാം. കാരണം ഫ്രണ്ട് ബ്രേക്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ എനിക്ക് വന്നിട്ടുള്ള ഒരു ഇഷ്യൂ എന്നുള്ളത് ബെൻ പൈപ്പിൻ്റെ കൂടെ റെസ്റ്റിംഗ് ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഹോണ്ട ഫ്രീ ഓഫ് ചാർജ് അണ്ടർ വാറണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. മുമ്പ് ഫ്രണ്ട് മഡ് ഗാർഡിൽ നിന്ന് ചെളി തെറിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ മഡ് ഫ്ലാപ്പ് വന്നതിന് ശേഷം അത് നല്ല രീതിയിൽ തന്നെ കുറവുണ്ട്. പക്ഷേ റിയറിൽ പില്ലിയണിന് ചെളി തെറിക്കുന്നതും പലരും പറയാറുണ്ട്. പക്ഷേ പില്ലിയനായിട്ട് ഞാൻ വണ്ടി അധികം ഓടിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഹോണ്ട ഹൈനസ് അല്ലെങ്കിൽ RS കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്തുള്ള ഒരു ഇഷ്യൂ ആണ് വോബിളിംഗ്. വണ്ടി ഒരു 60-70 kmph മേലെ പോകുന്നതോറും ഫ്രണ്ട് ഹാൻഡിൽ ബാർ നമ്മൾ കൈയെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു വെട്ടലുണ്ടാകും. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാനും പറ്റും. എൻ്റെ വണ്ടിക്ക് ഒരു 80-90 മേലെ പോയിട്ട് കൈയെടുത്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു വോബിളിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആവാറുണ്ട്. അത് വണ്ടിയുടെ ഇഷ്യൂ ആയിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം 150 കിലോളം വെയിറ്റ് വരുന്ന ഈ വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഭയങ്കര ലൈറ്റാണ്. വണ്ടി ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഹോണ്ട അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ ഹാൻഡിൽ ബാറിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻ്റെ ചെറുതായിട്ട് വെട്ടുന്നത് നോർമലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു സ്പീഡിൽ കൈ എടുക്കാതെ തന്നെ ഹാൻഡിൽ ബാർ വെട്ടുന്ന ഇഷ്യൂ ഒരുപാട് പേര് പറയാറുണ്ട്. ഈവൻ നമ്മുടെ യൂട്യൂബ് ഫാമിലിയുള്ള ഒരാൾക്ക് പോലും ഈ ഒരു സെയിം ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ഈവൻ ഒരു 60-70 kmph നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ 2 ഹാൻഡിൽ ബാർ നമ്മൾ കൈ ഉണ്ടെങ്കിൽ പോലും വണ്ടി ചെറുതായിട്ട് നടക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹൈവേസിലൊക്കെ ചെറിയ വളവിലോട്ട് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. സോ സർവീസ് സെൻറ്റേഴ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ആ ടയറിൻ്റെ ഇഷ്യൂ ആണ്. ടയർ മാറിയാൽ റെഡിയാവുന്നതാണ്. കുറേ പേര് ടയർ മാറുന്നുണ്ടായിരുന്നു. ടയർ മാറി തൽക്കാലത്തേക്ക് റെഡിയായി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സെയിം ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. കോൺസെപ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിലെ ഏതെങ്കിലും ഒരു പാർട്ടിന് ഡിഫക്റ്റ് കൊണ്ടായിരിക്കണം ഈ ഒരു വോബ്ലിംഗ് വരുന്നതാണ് ഞാൻ കരുതുന്നത്. എനിവേ എനിക്ക് ഇതുവരെ അങ്ങനെ കൺസേണിംഗ് ആയിട്ടുള്ള വോബ്ലിംഗ് ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഇപ്പോഴും സ്റ്റോക്ക് ടയർ തന്നെയാണ് ഓടുന്നത്. ട്രെഡ് വിയർ ഇൻഡിക്കേറ്റർ ഇതുവരെ എത്തിയിട്ടില്ല. മാക്സിമം 2000 കിലോമീറ്റർ അത് ഓടുമായിരിക്കാം. എനിവേ പുതിയതായിട്ട് ബൈക്ക് എടുക്കുന്ന ആരും അങ്ങനെ വോബ്ലിംഗ് ഇഷ്യൂ പറയാനായിട്ട് കേട്ടിട്ടില്ല. ഹൈനസിൻ്റെ RSൻ്റെയൊക്കെ FB ഗ്രൂപ്പ്സ് നിങ്ങളൊന്ന് അന്വേഷിച്ച് ക്ലിയർ ഐഡിയ കിട്ടുമായിരിക്കും. ഇനി എൻ്റെ സർവീസ് കോഴ്സിലോട്ട് വരുമ്പോൾ 6 മാസം അല്ലെങ്കിൽ 6000 കിലോമീറ്റർ ഒരിക്കലാണ് ഒരു സർവീസ് ചെയ്യേണ്ടത്. എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും എല്ലാ സർവീസിലും നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കോസ്റ്റ് ഒരു 1700 രൂപ റേഞ്ച് വരും. അതുപോലെ പെയ്ഡ് സർവീസിൻ്റെ ലേബർ എന്ന് പറയുന്നത് ഏകദേശം 1300 വരും. സോ 6 മാസത്തിലൊരിക്കൽ മിനിമം നിങ്ങൾ 3000 രൂപ എന്തായാലും വണ്ടിക്ക് ചിലവാക്കേണ്ടി വരും. ചെയിൻ സ്പ്രോക്കർ കിറ്റ് മാറാൻ ലേബർ ഉൾപ്പെടെ ഏകദേശം 3000. ഒരു സൈഡ് ബ്രേക്ക് പാഡ് മാറുകയാണെങ്കിൽ ലേബർ ഉൾപ്പെടെ 1200 റേഞ്ചൊക്കെയാണ് വരുന്നത്. അതുപോലെ ചില ലേബർ ചാർജസ് ഒക്കെ ഒരുപാട് അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫോർ എക്സാമ്പിൾ 300 രൂപയുടെ ആക്സിലേറ്റർ കേബിൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ 500 രൂപ കൂടുതൽ ലേബർ ചാർജ് വരുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഗ്രിപ്പ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ 200 രൂപ കൂടുതൽ ലേബർ ചാർജ് വാങ്ങുന്നുണ്ട്. ഈവൻ ചെയിൻ്റെ കേസിൽ പോലും ഈ പറഞ്ഞ 3000-ൽ ഏകദേശം 800ഓളം ലേബർ ചാർജാണ്. സോ നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഈ ഒരു ലേബർ ചാർജിനെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കുക. സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, ബ്രേക്ക് ഫ്ലൂയിഡ് ഇതൊക്കെ പീരിയോഡിക്കലി ഞാൻ മാറാറുണ്ട്. ഇതുകൂടാതെ വിയർ ആൻഡ് ടിയർ പാർട്സ് ഞാൻ ഇതുവരെ മാറിയത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മാറിയത് ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ആണ്. ഞാൻ പറഞ്ഞ സ്റ്റോക്ക് പാഡ്സ് കഴിഞ്ഞ ഉടനെ വെസ്റ്ററയുടെ സെറാമിക് പാഡ്സിലോട്ടാണ് മാറിയത്. അത് 2 തവണ മാറേണ്ടി വന്നു.
സ്റ്റോക്ക് പാഡ്സിൻ്റെ കോസ്റ്റ് ലേബർ ഉൾപ്പെടെ ഏകദേശം 1100-1200 റേഞ്ച് വരികയാണെങ്കിൽ ഇത് ഏകദേശം 1700 വരും. പക്ഷേ സ്റ്റിൽ അത് വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പെർഫോമൻസും ലൈഫൊക്കെ വേ ബെറ്ററാണ്. പിന്നീട് മാറിയത് ചെയിൻ കിറ്റാണ്. 27,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ചെയിൻ മാറിയത്. അത് ഞാൻ സ്റ്റോക്ക് തന്നെയാണ് ഇട്ടത്. റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് കുറേ പേര് ഇടുന്നുണ്ടെങ്കിലും സ്റ്റോക്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ചെയിൻ മെയിൻ്റനൻസ് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ക്ലീനിങ്ങിന് ഡീസലും ലൂബിയും ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ് ലൂബിങ് ചെയ്യാൻ 10 രൂപ പോലും എനിക്ക് ചിലവ് വരുന്നില്ല. ടയേഴ്സ് ഇതുവരെ മാറിയിട്ടില്ല. കുറച്ചും കൂടി ട്രെഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2000 കിലോമീറ്റർ ഓടുമായിരിക്കും. പഞ്ചർ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു തവണ മാത്രം ബാക്ക് ടയറിൽ ഒരു പഞ്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാറ്ററി ഇതുവരെ മാറിയിട്ടില്ല. ആവശ്യത്തിന് വോൾട്ടേജ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇനി സർവീസ് ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ നോർമൽ പീരിയോഡിക് സർവീസും വിയർ ആൻഡ് ടിയർ പാർട്സ് ചേഞ്ചും അല്ലാതെ അങ്ങനെ ഷോറൂമിൽ എനിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം മോശം എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. റെസ്റ്റും പെയിൻറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് എനിക്ക് വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ സ്മൂത്തായിട്ട് തന്നെ അവർ ചെയ്തു വന്നു. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ബ്രേക്ക് പാഡ് ചെയിൻ പോലുള്ള വിയർ ആൻഡ് ടിയർ പാർട്സൊക്കെ ലൈഫ് ഉണ്ടെങ്കിൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് നമ്മളോട് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇനി 500 കിലോമീറ്റർ മാത്രമേ ഓടൂ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ബ്രേക്ക് പാഡ് 5000-6000 കിലോമീറ്റർ പിന്നീട് ഓടിയിട്ടുണ്ട്. സോ അതുപോലെ വിയർ ആൻഡ് ടിയർ പാർട്സ് സ്വന്തമായിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. സോ ഇതൊഴിച്ച് നിർത്തിയാൽ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സർവീസ് സെൻറ്ററിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറി വാങ്ങുകയാണെങ്കിൽ ഞാൻ പറയും ഹോണ്ടയുടെ ആക്സസറി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് പ്രിഫർ ചെയ്യുക. കാരണം എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി ആക്സസറീസാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോണ്ടയിൽ നിന്ന് കിട്ടാത്ത സാധനം മാത്രം പുറത്ത് നോക്കാനായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഈ വണ്ടി ആരൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്രോ ക്ലാസിക് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത്. ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് ഇല്ല, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 2.5 to 3 lakhs ഒക്കെയാണ്, നിങ്ങൾക്ക് സിറ്റീസിലും ഹൈവേ ടൂറിംഗ് ചെയ്യാൻ വേണ്ടി കംഫർട്ടബിൾ ആയിട്ടൊരു വണ്ടി വേണം, റിലയബിൾ ആയിട്ടൊരു വണ്ടി വേണം, അടിക്കടി ഷോറൂമൊന്നും കയറി ഇറങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഇത് ആരൊക്കെ വാങ്ങരുത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇതിൻ്റെ ടോൾ ഗിയറിംഗ്. ഇതിൻ്റെ ഒരു ഗിയറിംഗ് പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ഒരിക്കലും എടുക്കരുത്. കാരണം വണ്ടി വാങ്ങിയിട്ട് ഇതിൻ്റെ പുള്ളിങ് പോരാ, ടോർക്കില്ല, ഗിയറിംഗ് ഒന്നും ശരിയില്ലെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെയും കണ്ടിട്ടുണ്ട്. സോ അവരൊന്നും ഈ വണ്ടിയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയല്ല ഇത് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വണ്ടി എൻജോയ് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡിഫറൻ്റ്ലി ബിൽറ്റ് ആയിട്ടുള്ള ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. സോ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി തന്നെ നിങ്ങൾ എടുക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക. ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പലരും സ്പ്രോക്കറ്റ് ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ വാറണ്ടി എഫക്റ്റ് ചെയ്തേക്കാം. എനിവേ ഈ ഒരു എഞ്ചിൻ ക്യാരക്ടറിനാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പ്രോക്കറ്റ് ചേഞ്ചിനെ പറ്റി ഞാൻ അതൊരു ചിന്തിച്ചിട്ടില്ല. ഇനി ഈ വണ്ടി വാങ്ങാതിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ എന്നുള്ളത് സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റിയാണ്. ഈ വണ്ടി ഹോണ്ടയുടെ നോർമൽ ഷോറൂംസിലൊന്നും അവൈലബിൾ അല്ല. അവരുടെ പ്രീമിയം ഷോറൂംസായ ബിഗ് വിങ്ങിൽ മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ മാക്സിമം 2-3 ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ചില ഡിസ്ട്രിക്റ്റിൽ 1 മാത്രമേ കാണൂ. സോ നിങ്ങളുടെ വീടിൻ്റെ ഒരു 10-20 കിലോമീറ്റർ ഒരു സർവീസ് സെൻറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിൽ അടിക്കടി പോകാമെന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വണ്ടി വാങ്ങിയിട്ട് നോർമൽ സർവീസിനോ അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ പാർട്സ് ചേഞ്ച് ചെയ്യാനല്ലാതെ ഇന്നേ വരെ എനിക്ക് സർവീസ് സെൻറ്ററിൽ പോലും പോകേണ്ടി വന്നിട്ടില്ല. ഒരു ഹോണ്ട മോട്ടോർ സൈക്കിൾ എടുക്കുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു റിലയബിലിറ്റി ഫാക്ടർ ഈ വണ്ടിക്ക് അതുപോലെ തന്നെ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെ ആയിരിക്കണം ഹോണ്ട അവരുടെ വണ്ടികളിൽ 10 വർഷത്തെ വാറണ്ടി ഇപ്പോൾ കൊടുക്കുന്നത്. ബൈ ഡിഫോൾട്ട് അല്ല, എക്സ്റ്റൻഡ് വാറണ്ടിയാണ് പറയുന്നത്. സോ അത്രയ്ക്കാണ് ഹോണ്ട ഹൈനസ് CB350യുടെ എൻ്റെ 3 വർഷത്തെ അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഓണർഷിപ്പ് റിവ്യൂ. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ്സായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്, ബൈ ബൈ.